നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ഭവന പദ്ധതിയിലേക്ക് വികലാംഗ പെൻഷനും മകന്റെ കൊടുക്കയിലെ പണവും നൽകി തിരുവല്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് വെട്ടിക്കാടനാണ് ഇത്തരത്തിൽ മഹത്തായ ഒരു മാതൃക കാട്ടിയത്. വയനാടിന് കരുതലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് പൊതുപ്രവർത്തകൻ അഭിലാഷ് വെട്ടിക്കാടൻ അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ വികലാംഗ പെൻഷനാണ് നൽകിയത്. അതായത് 1600 രൂപ തൻ്റെ പെൻഷൻ അഭിലാഷ് വെട്ടിക്കാടൻ ഈ പദ്ധതിയിലേക്ക് നൽകി. തീർന്നില്ല, മകൻ ഇവാൻ വെട്ടിക്കാടൻ്റെ 4ാമത് ജന്മദിനത്തിനായി മോൻ കരുതി വെച്ച കുടുക്കയിലെ പണം 1369 രൂപയും ഇതോടൊപ്പം ചേർത്തു നൽകി. ഭവന പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തുക കൈമാറുന്നതെന്നും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതിക്ക് ആവശ്യമായ തുക കണ്ടെത്തുവാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകുമെന്നും അഭിലാഷ് വെട്ടിക്കാടൻ തിരുവല്ല മീഡിയയോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റായ അഭിലാഷ് വെട്ടിക്കാടൻ പൊതുരംഗത്ത് സജീവമാണ്. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളുടെ പദ്ധതിയിലേക്ക് എൻ്റെ മകൻ്റെ ഇവാൻ വെട്ടിക്കാടൻ്റെ 6-7 മാസത്തെ ശേഖരമായി വഞ്ചികയിലെ കോയിനും നോട്ടുകൾ ഉൾപ്പെടെ ചേർത്ത് വെച്ച് ആ തുകയും എൻ്റെ ഡിസബിലിറ്റി പെൻഷൻ തുകയായ 1200 രൂപയും കൂടി ചേർത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു ചെറിയ തുകയാണെന്ന് അറിയാം, എങ്കിൽ പോലും പൊതുസമൂഹത്തിലെ ജനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ സമാഹരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത 30 വീടുകളുടെ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിലേക്ക് പ്രാരംഭ ഘട്ടമെന്ന നിലയിൽ എൻ്റേതായ ഒരു സംഭാവന നൽകുവാൻ ആണ് ഇത്തരം ഒരു വഞ്ചിക സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ തുക ഏൽപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.